ദീപക് ദേവർമഠത്തിലാണ്. സർ, സ്വാഗതം. ഗുഡ് ആഫ്റ്റർനൂൺ. ഈ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗം പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾക്കിടയിൽ സുലഭമാണ്. ഒട്ടേറെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നല്ല, രണ്ടല്ല, അതിനപ്പുറത്തേക്ക് എത്ര കാർഡുകൾ കയ്യിൽ കിട്ടുമോ അതൊക്കെയും വാങ്ങിക്കൂട്ടുന്ന ആളുകളാണ്. അപ്പോൾ ഇത്തരം കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അന്നേരത്തെ ഒരു ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് ചില ഘട്ടങ്ങളിൽ ഊരാക്കുടുക്കായി മാറുന്ന ഒരു കാഴ്ച ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇത്തരം കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജു പറഞ്ഞ പോലെ ഈ ഊരാക്കുടുക്ക് എന്നുള്ള വാക്കാണ് ഫസ്റ്റ് നമ്മളിതിൽ ഉപയോഗിക്കേണ്ട കാര്യം. കാരണം പലർക്കും ഈ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് അവർക്ക് ഗുണമാവുന്ന രീതിയിൽ ഉപയോഗിക്കണം എന്നറിയാം ആൾക്കാരാണ്. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് പലരും ഈ ഇതിൽ കിട്ടുന്നൊരു പോയിന്റ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ചില ഷോപ്പിംഗ് അഡ്വാൻറ്റേജസ്. ഫോർ എക്സാമ്പിൾ ഈ ഫിലിം മൂവി ടിക്കറ്റ്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കരുതുന്ന 2 ടിക്കറ്റ്, അതായത് 4 ടിക്കറ്റ് എടുത്താൽ 2 ടിക്കറ്റിന് കാശ് കൊടുത്താൽ മതി. ഇത് മാത്രമാണ് മനസ്സിലുള്ള. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ 16 ക്രെഡിറ്റ് കാർഡുള്ളവരൊക്കെ ഉണ്ട്. 16 ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാർ ഈ നാട്ടിൽ ജീവിച്ചു പോകുന്നു. ഇനി ക്രെഡിറ്റ് കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ശരിത്തത്തിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതിന് അത്യാവശ്യത്തിന് ഇപ്പം പ്രത്യേകിച്ചിട്ട് നമ്മൾ ഔട്ട്സൈഡ് യു എ ഒക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഡെബിറ്റ് കാർഡിനേക്കാളും കൂടുതൽ യൂസ് ക്രെഡിറ്റ് കാർഡായിരിക്കും. അക്രോസ് ഗ്ലോബ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് മന്ത്ലി പർച്ചേസ് നടത്തിയിട്ട് പോലും നമുക്ക് അതിൽ നിന്ന് പോയിന്റ്സ് എടുത്ത് നമുക്ക് ഗുണകരമാക്കാം. അത്തരത്തിൽ ഗുണകരമാക്കാനും നമുക്ക് തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളൊരു മന്ത്ലി പർച്ചേസ് നമ്മൾ ഡെബിറ്റ് കാർഡിന് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഷോപ്പ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ്സ് കിട്ടും. ഈ പോയിന്റ്സ് റിഡീം ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്നും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. പക്ഷെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം എന്താ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി യൂസ് ചെയ്ത് ഇതിൽ അവസാനം കടം വരുത്തി ഇതിന്ന് പിന്നെ നമ്മൾ പലിശ അടച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ പ്രൊളോങ്ഡ് ആവും. കാരണം ഒരു പരിധിയിൽ കൂടുതൽ ഇപ്പം എല്ലാവരുടെയും നോക്കേണ്ട ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ആവശ്യമുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ ലിമിറ്റ് എത്ര ആവശ്യമുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു 10,000 ശമ്പളം കിട്ടുന്ന ഒരാളുടെ എക്സ്പെൻസ് ഒരു 3,000 ദിർഹംസ് ആണെങ്കിൽ ഒരു കാരണവശാലും ആ വ്യക്തി ഒരു 2,000-ൽ കൂടുതൽ ഈ ക്രെഡിറ്റ് കാർഡ് ത്രൂ സ്വൈപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്തായാലും നമ്മൾ 1000 ദിർഹംസ് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും വേറെ പല രീതിയിലും ആവശ്യമുള്ള കാര്യങ്ങൾ ആയിരിക്കും. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡിലേക്ക് പോയി അട്രാക്ഷനിലൂടെ ക്രെഡിറ്റ് കാർഡിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറൊരു ഓഫർ വരും. ഈ ക്രെഡിറ്റ് കാർഡിന് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയും. അപ്പോൾ 2 ഇത് അറിയാതെ നമ്മൾ 2, 3, 4 ഇങ്ങനെ പോകും. ആ കൂട്ടത്തിലായിരിക്കും നമുക്ക് പല ആഗ്രഹങ്ങളും വന്നു തുടങ്ങും. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എന്താ, നമുക്ക് കയ്യിൽ ഇപ്പം നമ്മുടെ കയ്യിൽ പേഴ്സിൽ ഒരു 100 ദിർഹംസോ അല്ലെങ്കിൽ 500 ദിർഹംസ് അല്ലെങ്കിൽ 500 ദിർഹംസ് കഴിയാറാകുമ്പോൾ നമ്മൾ അറിയും അല്ലേ, ഫിസിക്കലി നോട്ടിനുള്ള ഗുണം. ഇതിലതില്ല. ഇത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി, എന്താഗ്രഹങ്ങളും വാങ്ങാം അല്ലേ. ഈ കാര്യങ്ങൾ നമ്മൾ 2, 3 ആകുമ്പോഴേക്കും എന്ത് പറ്റും, നമ്മുടെ കണക്കുകൾ അങ്ങ് തെറ്റും. നമ്മുടെ ശമ്പളം എത്ര നമ്മൾ മറക്കും, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് എത്ര നമ്മൾ മറന്നു തുടങ്ങും. പതുക്കെ ഇത് നമുക്കൊരു ബേർഡനായി മാറും. വൺസ് ഈ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരേ ഒരു മുന്നിലുള്ള ഒരു വഴി എന്താണെന്നറിയോ, മിനിമം പേയ്മെൻറ്റ് അടച്ച് മുന്നോട്ട് പോകാന്നുള്ളത്. അപ്പോൾ മിനിമം പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ എന്താ പറ്റുന്നത്, വീണ്ടും ഇൻട്രസ്റ്റ് കൂടി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എടുത്ത എമൗണ്ടിനേക്കാളും കൂടുതലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം മൾട്ടിപ്പിൾ കാർഡ്സ് ഫസ്റ്റ് അവോയ്ഡ് ചെയ്യുക. നമ്പർ 1 എന്ന് പറയുന്നത്, നിങ്ങൾ വർഷത്തിലൊരു 4, 5 മൂവി കാണാൻ വേണ്ടി ലൈഫിലേക്കുള്ളൊരു ത്രെഡ് സ്വീകരിച്ച് വെക്കരുത്. അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മൂവി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, 2 മാസം കഴിഞ്ഞപ്പം നമുക്ക് ഈ പലിശ കൊടുക്കുന്നതിന് നിങ്ങൾക്ക് 5 മൂവികൾ കാണാൻ പറ്റും. സമാധാനത്തോടെ വീട്ടിലിരുത്തി വേണം കാണാം, അതും ചെയ്യാം. ഈ ഇപ്പം ഏത് മൂവി ആണെങ്കിലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് OTT വന്നു തുടങ്ങും. ഇനി അതും ഇല്ലെങ്കിൽ പല രീതികളിലും കിട്ടാനുണ്ടല്ലേ. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് കാണേണ്ട പല സാധനങ്ങളും നമ്മൾ ഈ ഒരു പേരിൽ വാങ്ങുന്നു. ഇനി ഇതും ഇല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഓക്കെ ഇന്ന സ്ഥലത്ത് ക്യാഷ് ബാക്ക് കിട്ടുന്നു. ഈ ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് എന്താ, നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ മാത്രം കിട്ടുന്ന സാധനം ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യാഷ് ബാക്ക് എടുക്കുന്ന സമയത്ത് ആദ്യം ആലോചിക്കേണ്ട സാധനം എന്താ, നമുക്ക് ഈ ക്യാഷ് ബാക്കിന് കിട്ടാൻ യോഗ്യനായ പർച്ചേസ് തന്നെയാണോ നടത്തുന്നത് എന്നുള്ളത്. അൺവാണ്ടഡ്ലി നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് സ്വൈപ്പ് ചെയ്യുന്നോ ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് വരില്ല ഒരിക്കലും. ഒരു മെസ്സേജ് വരുന്നതല്ലാതെ അതിൽ കൂടുതൽ നമുക്ക് ഇമ്പാക്റ്റ് വരുന്നില്ല. ഇമ്പാക്റ്റ് വരുന്നത് ഇത് ഓവർലോഡായി പൈലപ്ഡായി
അതിൻ്റെ ബാധ്യത കൂടുന്ന സമയത്താണ് സത്യത്തിൽ നമുക്കിത് ഫാമിലിയിലേക്ക് എഫക്റ്റ് ചെയ്ത് തുടങ്ങുക. അതുവരെ ആരും അറിയുന്നില്ല. പിന്നെ പലരും ഞാൻ കേട്ടിട്ടുണ്ട് നാട്ടിലേക്ക് കാശ് അയക്കാൻ വേണ്ടി ഈ റുപ്പി അതായത് നമ്മുടെ റുപ്പി വീക്ക് ആവുന്ന സമയത്ത് കൂടുതൽ കാശ് അയക്കാൻ വേണ്ടിയിട്ടും സ്വർണത്തിൻ്റെ വില ഇനിയും കൂടുന്ന പേടിച്ചിട്ട് പെട്ടെന്ന് പോയിട്ട് സ്വർണം വാങ്ങി കൂട്ടുന്ന ആൾക്കാർ. ഇത് രണ്ടും നമ്മുടെ മാത്രം തെറ്റാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് കമ്പനി നിങ്ങളടുത്ത് പോയിട്ട് സ്വർണം വാങ്ങിക്കാനോ കാശെടുത്ത് നാട്ടിലേക്ക് അയക്കാനോ പറയുന്നില്ല. ഓക്കെ, ഒരു 2-3% ആൾക്കാർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നാട്ടിലേക്ക് കാശ് അയക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടായേക്കാം. പക്ഷെ അത് ഒരിക്കലും നമ്മളൊരു പ്രാക്ടീസ് ആക്കി എടുക്കാനോ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇതിന്ന് വലിച്ചു, കാരണം ഇൻട്രസ്റ്റ് ഫ്രീ ആണ്, ലോൺ ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണയിൽ എടുത്ത് ഒരു കാരണവശാലും നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിന് വേണ്ടിയിട്ടോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ല കാര്യം നമുക്ക് അത്യാവശ്യം ഇപ്പം മെയിൻലി എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള പേരില്ല അല്ലേ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു വർഷത്തിൽ മാക്സിമം ഒരു ഫാമിലി ആണെങ്കിൽ 1-2 വട്ടം, ആവറേജ് എല്ലാവരും ഒരു വട്ടേ പോകുന്നുള്ളൂ. ഇനി ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 2 വട്ടം പോകും. യൂസ് ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ എടുക്കുന്ന എമൗണ്ട് വിത്തിൻ ആ ബില്ലിംഗ് പീരീഡിനുള്ളിൽ അടച്ച് തീർക്കാനുള്ളൊരു നമുക്ക് ആ മനസ്സ് വേണം. അതല്ലാതെ ഇത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ശീലമാവും. ഈ ശീലങ്ങൾക്കൊരു ഡേഞ്ചർ ഉണ്ട്. എന്താ, നമുക്ക് പിന്നെ അത് ഒരു സുഖമായി മാറും, അതൊരു ബുദ്ധിമുട്ടല്ലാത്ത രീതിയിലേക്ക് മാറും. അങ്ങനെയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര പർച്ചേസ് ചെയ്താലും അതിന് എഫക്റ്റ് ചെയ്യില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ന് ട്രാൻസ്ഫർ വരിക എന്നല്ല, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വേറെ കാർഡ് എടുക്കുക. അപ്പോൾ ഇതൊന്നടങ്ങി അടുത്തതിലേക്ക് വന്നു, അവിടെയും കുറച്ച് സാധനം കിട്ടും. ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് പോയി. അതെ, ഈ വരവിനനുസരിച്ച് ചെലവ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനമായ സാമ്പത്തിക തത്വം എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിലെ ആ പരിധി മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുക, എന്നിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഒരു പരിധി ഇല്ലാണ്ട് ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ ഇഷ്യൂയിലേക്ക് പോകുന്ന ഒരു അല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ഇപ്പം ഇന്ന് നമ്മളെല്ലാം ക്വാളിഫിക്കേഷനെ പറ്റി സംസാരിക്കും. MBA ഫിനാൻസ് അല്ലേ, വലിയ വലിയ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മൂമ്മമാരെല്ലാം അല്ലേ. എന്ത് ക്വാളിഫിക്കേഷനിലാണ് അവർ ഈ ചെലവ് നിയന്ത്രിച്ച്, നേരത്തെ പറഞ്ഞ പോലെ വരവിനനുസരിച്ചുള്ള ചെലവ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് ഒരു MBA ഫിനാൻസ് എടുത്ത ഒരു അപ്പൂപ്പനും അമ്മൂമ്മയൊന്നും പറഞ്ഞു തന്നിട്ടില്ല അല്ലേ. അതല്ലാതെ ജീവിതാനുഭവം കൊണ്ട് പഠിച്ച് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അനുഭവം എന്ന് പറയുന്നത് ഈ അവരെല്ലാം ഇപ്പം നമുക്കൊക്കെ അറിയാമായിരിക്കും, നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് എല്ലാം ഒരു വാഹനം വാങ്ങുന്നത് റിട്ടയർമെൻറ്റിനോട് അടുത്ത സമയത്തായിരിക്കും. തീർച്ചയായിട്ടും ഒരു സ്കൂട്ടർ ആയിരിക്കും അത്. ഈ സ്കൂട്ടർ വാങ്ങുന്നത് അവരുടെ 50-55 വയസ്സാകുമ്പോഴേക്കും വാങ്ങുന്നുണ്ടാവുക. ആരോടും കടം വാങ്ങാതെ സ്വന്തമായി ഉണ്ടാക്കിയ ആ ഒരു സമ്പത്ത് കയ്യിൽ ഉണ്ടായതിനു ശേഷം ഇന്ന് എന്താ നടക്കുന്നത്? ഇന്ന് നമ്മളൊരു ജോലി കിട്ടുന്നു, കാർ എടുക്കുന്നു, സ്കൂട്ടർ എടുക്കുന്നു, വീടെടുക്കുന്നു. നമ്മുടെ അന്ന് ഇത്രത്തോളം ആളുകൾ നമുക്ക് കടം തരാൻ അല്ലെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പലരും പറഞ്ഞേക്കാം. അങ്ങനെയല്ല, തിരിച്ചിട്ട് ചിന്തിക്കാം എന്ന് നമ്മുടെ ഇതേപോലത്തെ ആഗ്രഹങ്ങൾ നമ്മൾ മുന്നിലേക്ക് വെച്ചിട്ടില്ല എന്ന്. അതായത് അന്നത്തെ ആൾക്കാർക്ക് എങ്ങനെ ജീവിക്കണം എന്നറിയാം. ഇത് അറിയാതെ വരുമ്പോഴാണ് ഇപ്പം നമ്മുടെ മൊബൈലിൻ്റെ യൂസ് എപ്പോഴാണ് മാറിയത്? നമ്മളിതിലെ അഡിക്ഷൻ വന്ന സമയത്താണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അടിച്ചേൽപ്പിക്കുക. ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഈ നാട്ടിലുള്ള എല്ലാവർക്കും ആ 1100 ഉണ്ടെങ്കിലും ജീവിക്കാം അല്ലെ, ഒരു കോൾ. പക്ഷെ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താ, മെഗാ പിക്സൽ എത്ര ഉണ്ട് എന്നുള്ളത് അല്ലേ, ഫോട്ടോ എടുക്കാൻ. ഫോണിൽ ഒരു പിക്ചർ എടുത്തിട്ട്. അപ്പോൾ ഈ അൺവാണ്ടഡ്ലി നമ്മുടെ എക്സ്പെൻസ് കൂട്ടുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന സാധനം മറ്റുള്ള കാശുള്ളവൻ്റെ ആഗ്രഹവും ഇല്ലാത്തവൻ്റെ ആഗ്രഹവും നമ്മൾ വലിയ അന്തരമുണ്ട് അല്ലേ. നമ്മൾ ഇമോഷണലി പറയുമ്പോൾ രണ്ടും ഒന്നാണെങ്കിലും ഇത് നിറവേറ്റുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അന്തരം ഉണ്ടാവും. ഈ സംഗതി നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വേറെ ആരാ മനസ്സിലാക്കുന്നത്? അപ്പം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് തരുന്ന ഏത് ബാങ്കാണേലും അവരവരുടെ കച്ചവടമാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ടാർഗറ്റുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ടാർഗറ്റിൽ നമ്മൾ വീഴാതിരിക്കുക എന്ന് മാത്രമേ നമ്മളോട് ചെയ്യേണ്ട ഒരു ന്യായമായ കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ സ്വൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന മനസ്സമാധാനക്കേട് എന്നാണ് പറയുന്നത്. കടം എന്നല്ല, മനസ്സമാധാനക്കേട് വേറെ ആരും വന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്ത് തരില്ല, നമ്മൾ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ദുരിതം എന്തായിരിക്കും? നല്ല സമയം
നമുക്ക് ഈ കടം തീർക്കാൻ വേണ്ടി ജീവിച്ചു പോകേണ്ടി വരും. ഈ ഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ചില ആളുകൾ പറയും എൻ്റെ സാലറി ഇത്രയേ ഉള്ളൂ, പക്ഷേ എൻ്റെ ആ മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എന്നെക്കൊണ്ടാകുന്നില്ല, അതുകൊണ്ടാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു 20,000 ദിർഹം ശമ്പളമുള്ള ആളും ഇവിടെ നമുക്ക് ചുറ്റും ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിലകപ്പെട്ട്, അടുത്തിടെ ഷംസുദ്ദീൻ സാർ ഇങ്ങനെ പറയുന്നത് കേട്ടതാണ്, 16 കാർഡുകൾ ഒരാളുടെ കൈവശം, അതും 25,000 ദിർഹം ശമ്പളം വാങ്ങുന്ന ഒരാൾ. അത്തരം ആളുകൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത്തരം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്? സാമ്പത്തിക അച്ചടക്കമില്ലായ്മ എന്നുള്ളത് തന്നെയാണ്. ചിട്ടയില്ലാത്ത ലൈഫ് സ്റ്റൈൽ, ഞാൻ പറഞ്ഞ പ്ലാനിങ് ഇല്ലാത്ത കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ യുവർ മണിയിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ആ ഫേസ്ബുക്കിൻ്റെ ഒരു കമൻറ്റ് വായിച്ചു. എത്ര എക്സ്പേർട്ട് ആണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ആ കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനുള്ള റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളെ നമുക്ക് എന്തെങ്കിലും വരുമെന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് നമുക്കില്ല, അല്ലേ? നമുക്ക് ആകെ അറിയാവുന്ന കാര്യം എന്താ, നമുക്കെങ്ങനെ ശമ്പളം ഇന്ന് കിട്ടുന്നുണ്ട്, നമുക്കെങ്ങനെ ജീവിക്കണം എന്നുള്ളത് അറിയാം. നമ്മൾ വയസ്സാവുന്ന അറിയാം, വയസ്സാവുന്ന സമയത്ത് നമുക്ക് ശമ്പളം കിട്ടില്ല എന്നറിയാം. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. നമുക്കറിയാത്തൊരു കാര്യം അൺസർട്ടനിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ന് എല്ലാവരും നമ്മൾ ആ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ പറയുന്ന റീജിയനിലുണ്ടായ സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ ഫെബ്രുവരി 27 വരെ ആർക്കും അറിയില്ലായിരുന്നു. വന്നതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ കാര്യമില്ല, അല്ലേ? നമ്മളൊരു അസുഖം എന്ന് പറയുന്ന സാധനം ഇപ്പോൾ പലരും പല BP, ഷുഗർ എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ പലർക്കും വരുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ജീവിത രീതി കൊണ്ടാണ്. അപ്പോൾ തുടക്കം മുതലേ അത് നോക്കിയിരുന്നെങ്കിൽ പലർക്കും വരില്ല. അതൊരു ജനറ്റിക് എന്നൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു നമ്മുടെ കയ്യിലുള്ളൊരു പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഈ നേരത്തെ നമ്മുടെ ഫേസ്ബുക്കിലുള്ള റിപ്ലൈ എന്ന് പറയുന്നത്, ഇത് നമുക്ക് അൺസേർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്താ, ഡേ 1 മുതൽ ശമ്പളം കിട്ടുന്ന അന്ന് മുതൽ നമ്മൾ സമ്പാദിക്കാൻ ഉള്ള ഒരു ശീലം പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അഞ്ചു നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ശമ്പളം കുറവ്, അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് കാർഡ് എടുക്കുക, അതൊട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യനാണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. കാരണം നമ്മുടെ ശമ്പളത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം അറിയാലോ, അതിൻ്റെ മുകളിൽ പോയി. അപ്പം അതിൻ്റെ മുകളിൽ പോകുന്ന കാര്യം എന്താ, ആരോ നമുക്ക് വെറുതെ തരുന്നതല്ല, നമ്മൾ കടം വാങ്ങുന്നതാണ്. അപ്പോൾ ആ കടം വാങ്ങുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാളുടെ ലിമിറ്റ് 5,000 റുപ്പീസാണ് സാലറി എന്ന് കരുതുക, അയാളുടെ എക്സ്പെൻസ് 6,000 ആണെങ്കിൽ ഇവിടെ അങ്ങോട്ടുള്ള കാലങ്ങൾക്ക് 1000 ദിർഹംസ് വെച്ചിട്ട് അയാൾ കടമായിക്കൊണ്ടിരിക്കുക, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് വേറെയും. അപ്പോൾ അതിനർത്ഥം അയാൾക്ക് ഒരേ ഒരു കാര്യം ചെയ്യാനുള്ളൂ, അയാളുടെ ശമ്പളത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത്. ക്രെഡിറ്റ് കാർഡ് ഒരിക്കലും അതിനുള്ള സൊല്യൂഷനേ അല്ല. അതൊരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന ഒരു സയൻറ്റിഫിക് ഐഡിയ എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകാതിരിക്കുക. കാരണം അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമുക്ക് എത്ര ശമ്പളം ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് ഒരു പക്ഷേ ഈ പറയുന്ന എന്താ അത്യാവശ്യങ്ങളോ എന്തെങ്കിലും വന്നേക്കാം, അത് ഡിഫറെൻറ്റ്. ഒരു മാസം നമുക്ക് ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫെയിലിയറാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളതല്ലേ ചെയ്തേ പറ്റൂ. കാരണം അതിന് ഇപ്പോൾ പണ്ടും ഈ അയൽവാസികളെടുത്തും സുഹൃത്തുക്കളെടുത്തും കുടുംബക്കാരെടുത്തും കടം വാങ്ങുക എന്നുള്ള സംവിധാനം ഉണ്ടല്ലോ, അന്നും ഉണ്ടായിട്ടുണ്ട്. അത് അത്യാവശ്യ ഘട്ടങ്ങളിലും വേണ്ടി മാത്രമുള്ളത്, സമയത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ട്. ഈ കടത്തിന് വേറൊരു ഡേഞ്ചർ കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം അഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലും ഒരു കടം വാങ്ങി 1 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ 1 മാസം തിരിച്ചു തരാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അഞ്ച് ചോദിച്ചിട്ടില്ല, എന്ത് വിചാരിക്കുന്നു കരുതിയിട്ട് അവർക്ക് എന്ത് തോന്നുന്നു ചോദിച്ചു, ചോദിച്ചില്ല എന്ന് കരുതുക. 2 മാസമായി 3 മാസമായി 3 മാസമാകുമ്പോൾ അയാൾക്ക് തോന്നി തുടങ്ങും, ഇതെൻ്റെ കാശാണല്ലോ എന്നുള്ള. 1 വർഷം കഴിയുമ്പോഴേക്ക് പിന്നെ അയാളുടെ കാശ് നിങ്ങൾക്ക് തരുന്ന പോലെയാവും, തിരിച്ചു തരണ്ടെന്നുള്ള. കാരണം അത് മനുഷ്യൻ്റെ ഒരു സഹജമായ, കാരണം ഇത് കൊടുത്ത് പെട്ടെന്ന് തിരിച്ച് കിട്ടിയാലേ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ അത് അവരുടെ കാശായി മാറി, പിന്നെ തിരിച്ച് ചോദിക്കുന്നത് നമ്മൾ ശത്രുക്കളായി മാറും. അതുകൊണ്ട് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒരു ലിമിറ്റ് വരെ കുറയ്ക്കുന്നത് ബന്ധങ്ങളും നന്നാക്കാം. അതെ, എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നിലവിലത്തെ ഈ സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിലേക്ക് സ്വർണത്തിലേക്ക് കുറേയധികം ആളുകൾ കടന്നിട്ടുണ്ട്.
സ്വർണ്ണവില വേരി ചെയ്തിങ്ങനെ നിൽക്കുന്നു, കൂടുകയും കുറയുകയും ചെയ്യുന്നു. കുറയുമ്പോൾ ഒരു ചെറിയൊരു തോതിലെങ്കിലും കുറഞ്ഞാൽ ഉടനടി സ്വർണ്ണക്കടകളിലൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ ഓരോ വീക്കെൻഡിലാണെങ്കിലും അല്ലാത്ത ദിവസങ്ങളിലാണെങ്കിലും ഇത്രയും അധികം സ്വർണത്തിൻ്റെ റേറ്റ് കൂടി നിൽക്കുമ്പോഴും എത്ര തിരക്കാണ് സ്വർണ്ണക്കടയിൽ എന്നുള്ളത് പലപ്പോഴും കാണാറുള്ള കാഴ്ചയാണ്. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ നിലയിൽ നിക്ഷേപത്തിനായി സ്വർണത്തെ തന്നെ ആശ്രയിക്കുന്നതാണോ ഉത്തമം? അതായത് നമ്മൾ ഈ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ സ്വർണ്ണക്കടയിൽ കാണുന്ന തിരക്കില്ലേ, അത് നിക്ഷേപകരാണോ അതോ സ്വർണത്തിനുള്ള ആർത്തിയാണോ? നമ്മുടെ സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ ആണ്. അപ്പോൾ നമ്മൾ നിക്ഷേപം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. ആവറേജ് മലയാളി സ്വർണ്ണക്കടയിൽ പോയി കഴിഞ്ഞാൽ 45 minutes to 1.5 hours ആണ് എടുക്കുക ഒരു ഗോൾഡ് എടുക്കുന്നത് അല്ലേ. നിക്ഷേപം എന്ന് പറയുന്നത് എന്താ? സ്വർണ്ണമാണ്. അതൊരു ബിസ്ക്കറ്റ് ആയാലോ കോയിൻ ആയാലോ മതി, നമ്മൾ അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്യണം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതല്ല നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സാധനം മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പണിക്കൂലി കയറി വരുന്നത് ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരിക്കലും അത് നിക്ഷേപമായിട്ട് കണ്ടിട്ട് അതിൻ്റെ എന്താ പറയുക ഷുഗർ കോട്ടിങ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് സ്വർണം വേണം, നമ്മളത് ആഗ്രഹത്തിന് വേണ്ടി വാങ്ങുന്നു എന്ന് മാത്രം. അതല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇപ്പം ഇന്ന് എല്ലാവരും ഇപ്പം ഒരു പക്ഷേ ഈ ചോദ്യം ചോദിക്കാനും കാരണം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 1.5-2 വർഷം സ്വർണത്തിലുണ്ടായ കുതിപ്പുണ്ടാകും തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് സ്വർണത്തിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് ഈ 1.5 വർഷത്തെ മൂവ്മെൻറ്റ്. ഇത് തന്നെയായിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ അതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്, സ്വർണത്തേക്ക് അടുത്ത 1 വർഷത്തേക്ക് ആരും നിക്ഷേപം നടത്തരുത് അല്ലെങ്കിൽ സ്വർണം വാങ്ങരുത് എന്നുള്ള ഒരു. അതിന് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർണം വാങ്ങണമെങ്കിൽ ഒന്ന് കാശുള്ള ആൾക്കാർക്കേ പറ്റൂ. ഇന്നിപ്പോൾ ആ സ്ഥിതി നമ്മുടെ നാട്ടിലും ഇവിടെയും എല്ലാം മാറി. നമുക്കൊരു അത്രയ്ക്കും സാമ്പത്തികമായിട്ട് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു ബിക്കോസ് ഓഫ് അൺസർട്ടനിറ്റി. അപ്പം വാങ്ങണമെന്ന് വെച്ചാലും കാശ് വേണം. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി, കാശുള്ള ഒരാൾക്കാർക്ക് സ്വർണത്തിൻ്റെ ഈ പറയുന്ന മൂല്യം കൂടുന്നത് മുന്നിൽ കണ്ട് അവരെന്തായാലും വാങ്ങും. അതെ. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും മിസ്മാച്ച് ആവുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാരുടെ കയ്യിൽ കാശില്ല വാങ്ങാൻ, അവർ വാങ്ങില്ല. കാശുള്ള ഒരാൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി ആണിത് വാങ്ങാൻ എന്നുള്ള അവസരത്തിൽ അത് നടക്കും. അപ്പം പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വേറെയാണ്. അതാ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മൾ സ്വർണം വാങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന റിസർവ്, അതായത് ഡോളറിൽ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മുടെ മൂല്യം, റുപ്പിയുടെ മൂല്യം കുറയുന്നുള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് മേടിക്കാം, അങ്ങനെയാകുമ്പോൾ ഗോൾഡ് ETF മേടിക്കാം. നമുക്ക് ഈ പറയുന്ന ഇഷ്യൂസ് ഗോൾഡ് ETF മേടിക്കുന്ന സമയത്തും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അഗെയിൻ കാണാം. അപ്പോൾ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി വാങ്ങാൻ നമ്മൾ ജ്വല്ലറി പോകേണ്ട കാര്യമില്ല. ഇനി അതും ഓക്കെ, നമുക്കൊരു ഫിസിക്കലി ഗോൾഡ് വെക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഫൈൻ, നമുക്കൊരു ഗോൾഡ് കോയിൻ മേടിക്കാം, കയ്യിലിരിക്കട്ടെ, നല്ല കാര്യം. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതും നമ്മുടെ എന്താ പറയുക കോസ്റ്റും കൂടെ നോക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ പലപ്പോഴും ജ്വല്ലറിയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പണിക്കൂലി 20-22% പണിക്കൂലിയുള്ള ഓർണമെൻറ്റ്സ് കാണാം. അപ്പോൾ അത് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ വാങ്ങാം, അതിനുള്ള കാശും നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വാങ്ങാം. അതല്ലെങ്കിൽ ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഗോൾഡ് കോയിൻ മേടിക്കുക, ഗോൾഡ് ബാർ മേടിക്കുക, വാങ്ങി വെക്കാം. അതേ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും എക്വിറ്റിയിലാണെങ്കിലും ഒരു നിക്ഷേപം കണക്കാക്കാം. അതാണ് ഇപ്പോഴത്തെ ആളുകൾ അത് 2 രീതിയിലും, ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നിക്ഷേപം നടത്തുന്ന കുറേയധികം ആളുകളുണ്ട്, ഗോൾഡിൽ നിക്ഷേപിക്കുന്നവരുമുണ്ട്. ഇത് തമ്മിലുള്ള കൃത്യമായ ഒരു വ്യത്യാസം എന്താ? ആർക്കായിരിക്കും കൂടുതലൊരു പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ളത്? അത് നമ്മൾ എന്താ പറയുക ഒരു റേസിംഗ് പോലെയാവും. കാരണം ഇതിനൊരിക്കലും ഈക്വലി ഒരു എന്താ പറയുക കമ്പാരിസൺ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ദീർഘകാലം നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 1-2% അങ്ങോട്ടും ഇങ്ങോട്ടും ഗോൾഡും ഇതുമാണ്. പക്ഷെ ഇതിൽ മാറ്റം വന്നേക്കുന്നത് കഴിഞ്ഞൊരു 3-4 വർഷത്തെ മാത്രമേ ഉള്ളൂ. അപ്പോൾ കുതിച്ചുചാട്ടം കൊണ്ട് അതിൻ്റെ ആവറേജിൽ കുറച്ച് വ്യത്യാസം വന്നു. അതല്ലാതെ നമ്മളൊരു 30-35 വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇക്വിറ്റി മാർക്കറ്റിലാണ് കൂടുതൽ റിട്ടേൺ കൊടുത്തേക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളൊരു ഗോൾഡ് വാങ്ങുന്ന സമയത്ത് ഇന്നിപ്പോൾ നമുക്ക് ETF, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ETF മേടിക്കാൻ വേണ്ടി നമുക്ക് 1000 രൂപ ഉണ്ടെങ്കിൽ അത് മേടിക്കാം. പക്ഷേ അതിന് മുന്നേ പണ്ട് നമുക്കൊരു ഗോൾഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം 1 ഗ്രാം വാങ്ങണം അല്ലേ. അപ്പോൾ അത്രയും ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് അവിടെ ആവശ്യം വരും. ഇവിടെ ETF അല്ലെങ്കിൽ നമ്മൾ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വലിയ നിക്ഷേപത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട്
ശമ്പളം കുറവുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ സമ്പാദിക്കാൻ ഇപ്പം 1 ഗ്രാം 1 പവനൊന്നും വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ഈ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് SIP ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അതല്ലെങ്കിൽ ഗോൾഡ് ETF വാങ്ങണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ പാരലി ഇത് രണ്ടും കൂടെ കൊണ്ടുപോകുമ്പോഴേ ഉള്ളൂ നമുക്കൊരു സന്തോഷം കിട്ടും. എപ്പോഴും അറിയോ, ഇപ്പോൾ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗോൾഡിൽ തീരെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇന്ന് സങ്കടം, കാരണം സ്റ്റോക്ക് മാർക്കറ്റ് ഇസ് നോട്ട് പെർഫോമിങ്. ഇനി ഗോൾഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് അതറിയാവുന്ന ഒരു സുഹൃത്തിന് ഇയാളോട് അസൂയം തോന്നും, കാരണം മനസ്സിനൊരു പ്രശ്നമുണ്ട് അങ്ങനെ. കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് ഇത്ര കിട്ടിയില്ല, അപ്പം ഞാൻ മിസ് ചെയ്ത സാധനം ഗോൾഡ് എന്നുള്ള ചിന്ത വരും. ഇതൊന്നുമല്ല, ദീർഘകാലത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ രണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഹാപ്പി ആയിരിക്കും. അപ്പം അത് മുൻകൂട്ടി കണ്ട് ഇന്നിപ്പം പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ 1.5 വർഷത്തെ റിട്ടേൺ എനിക്ക് കിട്ടും തെറ്റിദ്ധാരണയില്ല, അതൊരിക്കലും ഉണ്ടാവില്ല. അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് വേണം രണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതെ, ഈ കറണ്ട് സെനാരിയോയിൽ നമുക്ക് ഓഹരി വിപണിയിലെ നിക്ഷേപം അത് വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ്. തീർച്ചയായിട്ടും വലിയ ഉയർന്ന നിലയിലിരുന്നതൊക്കെ ഒറ്റയടിക്ക് ഡൗൺ ആയ സാഹചര്യം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ, വിപണിയിൽ നിക്ഷേപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഓഹരി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എനിക്ക് ഈ അഡ്വൈസ് കൊടുക്കേണ്ട കാര്യമില്ല. പുതിയ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റോക്സ് സെലക്ട് ചെയ്യുന്നതിന് മുന്നേ, പ്രത്യേകിച്ചിട്ട് ഈ പലരുടെയും ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് യൂട്യൂബ് നോക്കുക, റീൽസ് നോക്കിയിട്ട് ഇന്ന സ്റ്റോക്ക്, ഇത് ഇവരുടെ മനസ്സിൽ കിടക്കുക. അപ്പോൾ അവിടെ കൊടുക്കുന്ന എക്സാമ്പിൾ എന്തായിരിക്കുന്നത് വെച്ചാൽ ഇന്ന സ്റ്റോക്ക് ഇത്ര രൂപയിൽ നിന്ന് ഇത്രയിലേക്ക് 1 വർഷത്തിൽ കയറി എന്നുള്ള എക്സാമ്പിൾ അവിടെ കൊടുക്കണേ. ഇത് കണ്ട് അട്രാക്റ്റഡ് ആയി നമ്മൾ ഇതേപോലത്തെ ഒരു കുഴിയിൽ ചെന്ന് ചാടാതിരിക്കുക. എപ്പോഴും ഇക്വിറ്റി ഡയറക്റ്റ്, അതായത് സ്റ്റോക്സിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടായിട്ട് അഡ്വൈസ് വാങ്ങുക, ഡിസ്കസ് ചെയ്യുക. അതല്ലാതെ യൂട്യൂബ് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പത്തിൽ കാശുണ്ടാകാം. അപ്പോൾ അത് നടപ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പറ്റുന്ന ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് നമുക്കൊരു മാർക്കറ്റിന് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ റിസ്ക് അപ്പറ്റൈറ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഓരോ വ്യക്തിയുടെ റിസ്ക് അപ്പറ്റൈറ്റ് വിൽ ബി ഡിഫറെൻറ്റ്. എനിക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് ആയിരിക്കില്ല ഒരു പക്ഷേ അഞ്ജുവിന് എടുക്കാൻ പറ്റുന്നത്, അഞ്ജുവിൻ്റെ ആയിരിക്കില്ല വേറൊരു വ്യക്തിയുടെ. അപ്പോൾ ഈ റിസ്ക് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് എത്ര ഏജ് ഉണ്ട്, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് സമ്പാദിക്കാൻ, എൻ്റെ റിസ്ക് എത്രയാണ്, ഇത്ര രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ കാശ് എങ്ങാനും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രകാരമുള്ള മാർക്കറ്റ് വോളറ്റിലിറ്റി വന്നാൽ എനിക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യാനുണ്ടോ, ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഗോളോട് കൂടിയിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക. അതല്ലാതെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ കണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എൻഡ് റിസൾട്ട് വിൽ ബി ദുഃഖം. ഓക്കെ, തീർച്ചയായിട്ടും വളരെയധികം നന്ദി. നിരവധി കാര്യങ്ങൾ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചടക്കം ഓഹരി വിപണിയിലെ സാധ്യതകളടക്കം പങ്കുവച്ചതിന് വളരെയധികം നന്ദി. സുരക്ഷിതമായ നിക്ഷേപത്തിലേക്ക് എത്താൻ എല്ലാവർക്കും കഴിയട്ടെ. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.